ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ ചെയ്തിട്ടുള്ള വർക്കിനെ ഫയൽസിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. അതായത് സേവ് ചെയ്ത് എക്സ്പോർട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിന് നമുക്ക് പ്രധാനമായിട്ടും രണ്ട് മെത്തേഡ്സ് വരുന്നുണ്ട്. ഞാൻ ആദ്യം രണ്ട് മെത്തേഡ്സ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ കാണിച്ചു തരാം. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഇത് സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എത്രയാണോ നമ്മുടെ വർക്ക് സ്പേസ് വേണ്ടത് അത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് നമുക്ക് എത്ര മുതൽ എത്ര വരെയാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ തുടക്കവും അവസാനവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എത്ര സ്പേസ് വേണം എന്നുള്ളത് നമുക്ക് ആദ്യം ഇവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഒരു കോമ്പോസിഷനിൽ വരിക. കോമ്പോസിഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴെയായിട്ട് ആഡ് ടു റെൻഡർ ക്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇതിൽ നമുക്ക് ബെസ്റ്റ് ക്വാളിറ്റിയിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഹൈ ക്വാളിറ്റി തന്നെ ചൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ലോസ്ലെസ് ഒക്കെ ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് ചൂസ് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല നമുക്ക് ക്വാളിറ്റീൻ്റെ കാര്യത്തിലും അതിൻ്റെ റെസൊല്യൂഷൻ്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കസ്റ്റം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ചൂസ് ചെയ്യുക. കസ്റ്റം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമായിട്ട് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ള ഒരു എഫക്റ്റിനെ നമുക്ക് മറ്റേതെങ്കിലും ഒരു വീഡിയോയിലൊക്കെ അപ്ലൈ ചെയ്യാനുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആവശ്യമില്ലാതെ വരും. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, ഈ ചാനലിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് RGB+α എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അത് ആഡ് ആവും, അല്ലെങ്കിൽ ഇതിന് ബ്ലാക്ക് കളറിൽ ബാക്ക്ഗ്രൗണ്ട് വരും നമ്മൾ RGB കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ അതുപോലെ നമുക്ക് മറ്റൊരു കാര്യം, ഇവിടെ നമ്മൾ ഈ RGB+α സെലക്ട് ചെയ്യുമ്പോൾ അത് അപ്ലിക്കബിൾ ആവാത്ത ചില ഫോർമാറ്റുകളുണ്ട്. അത് നമ്മളിപ്പം ഈ ഒരു ഇത് ഫോർമാറ്റ് ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറേ ഫോർമാറ്റുകളുണ്ട്. ഇതിൽ എല്ലാത്തിലും അത് അപ്ലിക്കബിൾ ആയിക്കോളണമെന്നില്ല. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ഇത് സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഈ സൈസിൻ്റെ കാര്യത്തിലൊന്നും വേറെ ചേഞ്ചസോ കാര്യങ്ങളൊന്നും വരുത്താനില്ല. പിന്നെ ഓഡിയോ ഔട്ട്പുട്ട് ഓട്ടോയിൽ ഇട്ടിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഓക്കെ കൊടുത്താൽ മതി. അപ്പോൾ അത് ഓക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്വാളിറ്റിൻ്റെ കാര്യം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയായിട്ട് ഔട്ട്പുട്ട് 2 എന്ന് പറയുന്നൊരു ഓപ്ഷൻ കണ്ടോ നിങ്ങൾ, ഇതിൽ നമ്മളിപ്പോൾ നിലവിൽ ഇത് സേവ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നോട്ട് യെറ്റ് സ്പെസിഫൈഡ് എന്നുള്ള സ്ഥലത്തൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ സേവ് ചെയ്ത് കൊടുക്കുക. സേവ് ചെയ്യുമ്പോൾ നമുക്ക് അത് നെയിം കൊടുക്കാം. name.mov എന്ന് നമ്മുടെ ആ ഫയൽ നെയിം അടക്കം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ജസ്റ്റ് car.mov എന്ന് കൊടുക്കുകയാണ്. അതുപോലെ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ നിലവിൽ കളർ കറക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള ഫോൾഡർ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം, ജസ്റ്റ് സേവ് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ തന്നെ സേവ് ചെയ്യണമെന്നില്ല, അല്ലാതെ നമുക്ക് ഫയലിൽ പോയാലും നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അങ്ങനെ സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അപ്പോൾ നമ്മൾ നിലവിൽ സേവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഫയൽ നെയിം ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ റെൻഡർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ റെൻഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫയൽസിലേക്ക് ഇതിനെ എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സ്പോർട്ടായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇനി ഇത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ പൗസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സ്പോർട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് വർക്ക് ചെയ്യാനും പറ്റും, എന്നാൽ അത് പുറമേ നിന്ന് നമുക്ക് എക്സ്പോർട്ട് ചെയ്യും വേണം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു സംഭവം യൂസ് ചെയ്യാൻ പറ്റും. കോമ്പോസിഷനിൽ തന്നെ വന്നു കഴിഞ്ഞാൽ അഡോബ് മീഡിയ എൻകൗണ്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്ലഗിന് നിങ്ങൾ ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ എൻകൗണ്ടർ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇതിനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് നമ്മൾ പ്രധാനമായിട്ടും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ സ്വയം അപ്ഡേറ്റഡ് ആയിക്കോളും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.